ഹലോ ഗായ്സ്, അപ്പോൾ എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. നമ്മളിന്ന് പോകാൻ പോകുന്നത് നമ്മുടെ ഇടുക്കി ജില്ലയിലെ കാൽവരി മൗണ്ട് എന്നുള്ളൊരു വ്യൂ പോയിന്റിലേക്കാണ് കേട്ടോ. പോകുന്ന വഴി തന്നെ നമ്മുടെ ഹോട്ടൽ ദ്വാരകയിൽ കയറി ആദ്യം തന്നെ ഒരു ചായ കുടി. ഞങ്ങൾ ഈ പോകുന്ന റൂട്ട് ഒരുപാട് സ്ഥലങ്ങളുണ്ടായിട്ടോ കയറാൻ പറ്റിയ, പക്ഷേ ഞങ്ങൾ കറക്റ്റ് ഞങ്ങളുടെ വ്യൂ പോയിന്റിലേക്ക് തന്നെയാണ് പിടിച്ചത്. പണ്ടത്തെ പല്ലുവേദനയുടെ പൂവ് നമ്മളിങ്ങനെ എടുക്കും. ഇപ്പൊ കുത്തലായിരിക്കും. ഒരു എർത്ത് പോലെ അല്ലേ, ഒരു കുത്തലുണ്ടാവും. പണ്ടൊക്കെ ഞങ്ങള് ചവച്ചിനാണ്, ഇപ്പോഴൊന്നും ഇല്ല. അങ്ങനെ പറഞ്ഞതുപോലെ തന്നെ നല്ല മഴയും പെയ്തു, അതിനനുസരിച്ച് നല്ല കോടയും കയറി കേട്ടോ. ഒന്നും പറയാനില്ല, അടിപൊളിയായിരുന്നു. അങ്ങനെ ഞങ്ങൾ ഉച്ചക്കത്തെ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് ഒരു കടയിൽ കയറി കേട്ടോ. ഒരു ചോറും ബിരിയാണിയാണ് കഴിച്ചത്, അതും ഈ മഞ്ഞത്ത് കഴിക്കാൻ പറ്റിയ നല്ല ചൂട് ചോറായിരുന്നു. അങ്ങനെ ഫുഡൊക്കെ കഴിച്ചു. ഞങ്ങൾ കുറച്ച് നേരം റെസ്റ്റൊക്കെ എടുത്തു. അവിടെ നിന്ന് ഞങ്ങൾ പിന്നെ മുന്നോട്ട് നീങ്ങാൻ തുടങ്ങിയിട്ട് ഗായ്സ് മൊത്തവും കാടാണ് കേട്ടോ, ഒരു രക്ഷയുമില്ല, ഫുള്ള് കാട്. അത് തന്നെ ഏറ്റവും അടിപൊളിയായിട്ടുള്ളൊരു വൈബാണ് നമുക്ക്. ഇടയ്ക്ക് മഴ പെയ്യുന്നത് കൊണ്ടാണോ എന്നറിയില്ല കേട്ടോ. ചില സമയങ്ങളിൽ ചെല്ലുമ്പോഴേക്കും നല്ല വെയിലായിരിക്കും, ചില സമയങ്ങളിൽ ചെല്ലുമ്പോൾ നല്ല കോടയുണ്ടാവും. അതെന്താണെന്ന് ചോദിച്ചാൽ അത് ഞങ്ങൾക്ക് മനസ്സിലായിട്ടില്ല സംഭവം. പക്ഷേ കാടിനകത്ത് കൂടിയുള്ള യാത്ര ഒന്നും പറയാനില്ല, അടിപൊളി യാത്രയായിരുന്നു. അങ്ങനെ കാടും മലകളൊക്കെ കയറിയിട്ടതേ നമ്മൾ ചെറുതോണിയിലെത്തി കേട്ടോ. ഇതാണ് കേട്ടോ നമ്മുടെ ഇടുക്കി ഡാം. ചെറിയൊരു വിഷ്വൽ കിട്ടിയായിരുന്നു, അതുകൊണ്ട് അവിടെ നിന്ന് എടുത്തതാണ്. ഈ മലക്കൊരു പേരുമുണ്ട്, കുറവനും കുറവത്തിയും ഡാം എന്നാണ് എല്ലാവരും പറയുന്നത്. ബാക്കിയുള്ള കഥകളൊന്നും എനിക്കറിയില്ല, അവിടെ ചെന്നപ്പോൾ കേട്ടൊരു കഥയാണ് കേട്ടോ ഇത്. അങ്ങനെ ഗായ്സ് ദേ നമ്മുടെ വ്യൂ പോയിന്റിലേക്ക് എത്താറായിട്ടോ. അപ്പം നമ്മുടെ ദേ കാൽവരി മൗണ്ട് എത്തിക്കഴിഞ്ഞിട്ടോ. ഇനി ചെറിയ ചെറിയ റോഡാണ് അങ്ങോട്ട് പോകുന്നത്. അതിൻ്റെ സമയത്ത് തന്നെ ഞങ്ങൾക്ക് മഴയും കിട്ടിയായിരുന്നു. അപ്പം ദേ നമ്മുടെ എൻട്രൻസ് എത്തി കേട്ടോ. ഇനി നമുക്ക് ഉള്ളിലേക്ക് കയറിയിട്ട് നമുക്ക് ടിക്കറ്റ് എടുക്കണം. എത്രയായി? 800 രൂപ. പക്ഷെ ഒന്നും കാണാൻ പറ്റുമെന്നുള്ളത് നോക്കി. റീൽസിലും മറ്റും കണ്ടതാണ് ഞാൻ. ഇവിടെ നീലക്കുറിഞ്ഞി ഉണ്ടായിട്ടുണ്ട്, ഒരുപാടൊന്നും അല്ല, എന്നാലും നീലക്കുറിഞ്ഞി ഉണ്ടായിട്ടുണ്ടെന്ന്. പക്ഷേ ഇവിടെ വന്നപ്പോൾ കണ്ട കാഴ്ച ഇതാണ്, കോട കാരണം നീലക്കുറിഞ്ഞി പോയിട്ട് മഞ്ഞക്കുറിഞ്ഞി പോലും കാണാൻ പറ്റാത്ത സിറ്റുവേഷനാണ്. റൂമൊന്നും കാണാൻ പറ്റില്ല, ഫുള്ള് പൊടി. ഒന്നും കാണാൻ പറ്റുന്നു. നമ്മളോടൊക്കെ ഉണ്ട്, എങ്കിലും അത്യാവശ്യം നല്ല സെറ്റായി കിടക്കുക. കൂടെ നോക്കിയുണ്ട്. അത്തിപ്പഴമൊക്കെ നല്ല ചൊകാന്നും പറഞ്ഞിട്ടാണ് കിടക്കുന്നത്. കാണാൻ മാത്രമല്ല കഴിക്കാനും സൂപ്പറാണ്. അത്യാവശ്യം നമുക്ക് നല്ല മഴ കിട്ടിയായിരുന്നു, അതിൻ്റെ ഒരു കോടയൊക്കെയാണ് ഈ കാണുന്നത്. എന്താണെന്നുണ്ടെങ്കിൽ നമുക്ക് നമ്മുടെ വ്യൂ പോയിന്റിലേക്ക് ഒന്ന് പോയി നോക്കാം, എന്താണ് അവസ്ഥയെന്ന് നോക്കാം.
വ്യൂ പോയിന്റ്. എവിടെ വ്യൂ? വ്യൂ കാണുന്നില്ല. വ്യൂ കോട മൂടി പോയി. ഒരു സാധനം തന്നെ ഉണ്ടോ എന്ത് അവിടെ നിന്ന്? സാധനം? അവിടെ കയറി ചെല്ലി. ഞാൻ ഒറിജിനാണെന്ന് ഓർത്തടാ. അത് ഒറിജിനൽ ആണോ? ഒറിജിനൊന്നുമല്ല, വാങ്ങി ഞാനാ സ്റ്റക്കായിരിക്കണ ഒറിജിനാ. അയ്യോ ശരിക്കും ഒറിജിനൽ കണ്ണുപോലെ ഉണ്ട് കേട്ടാ. ഒറിജിനൽ കണ്ണ് അങ്ങനെ ആണോ തന്നെ കാട്ടിൽ തന്നെ നിൽക്കണം. നീ ഇങ്ങോട്ട് വന്ന് ഇങ്ങോട്ട് വന്ന് ഈ ഒരു വിഷ്വൽ എടുത്തേ. ആ കണ്ണിന്റെ അരികില് കറക്റ്റ് അല്ലേ? നോക്കണ പോലെയുണ്ട്. കളിഞ്ഞില്ലേ വ്യൂ പോയിന്റ്? തെളിഞ്ഞു കോട പോയി. തിരിച്ചു വരുന്നുണ്ട്. അങ്ങനെ മഴയും പോയി കോടയും പറ്റി. അത്യാവശ്യം നമ്മുടെ വ്യൂ പോയിന്റ് നന്നായിട്ട് കാണാൻ പറ്റും കേട്ടോ. അത് തന്നെ ഏറ്റവും വലിയ ഭാഗ്യമായി പോയി. നേരത്തെ വന്നവർക്ക് ആർക്കും കാണാൻ പറ്റില്ല. കാര്യം കോട മൊത്തം കിടക്കുന്നുണ്ട്. ഒരു സംഭവം താഴത്ത് എന്താണെന്ന് പോലും അറിയാൻ പറ്റുന്നില്ല. അങ്ങനെ കുറച്ചൊരു വിഷലൊക്കെ എടുക്കാമല്ലോ എന്ന് വിചാരിച്ചപ്പോഴേക്കും വീണ്ടും മഴ വന്നു ഗൈസ്. അതുകൊണ്ട് ഞങ്ങളൊരു ചായ കുടിക്കാൻ വേണ്ടി കയറി. അങ്ങനെ ചായയൊക്കെ കുടിച്ച് ഞങ്ങൾ പുറത്തേക്ക് ഇറങ്ങി കേട്ടോ ഗൈസ്. പക്ഷെ നല്ല മഴയായിരുന്നു. കൂടുതലും വിഷ്വലൊന്നും എടുക്കാൻ വേണ്ടിയിട്ട് പറ്റിയില്ല കേട്ടോ. അപ്പോൾ വീഡിയോ ഇഷ്ടമാണെങ്കിൽ ലൈക്കും കമൻറ്റും ഷെയറും സബ്സ്ക്രൈബൊക്കെ ചെയ്യണം. ബൈ ബൈ. ഇറ്റ്സ് മീ വൈഗ.